ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടനാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ട് മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞത്. പിന്നെ വേണ്ടത് എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിവിടെ 4 പച്ചമുളകാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം മട്ടൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മട്ടൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വേവിച്ചെടുക്കണം. 4 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിലും ബാക്കിയുള്ള 3 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങക്കൊത്ത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. ഇഞ്ചി ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 25ഓളം ചെറിയുള്ളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മട്ടൻ കറിക്ക് എപ്പോഴും ചെറിയുള്ളി കൂടുതൽ എടുക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സവാളയും ചെറിയുള്ളിയും നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. തീ കൂട്ടി വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം വെന്തുടഞ്ഞ് വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ. ഇതിപ്പോൾ തക്കാളി എല്ലാം വെന്ത് നന്നായിട്ട് മസാലയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചാറുണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ഗ്രേവി നല്ലപോലെ ഒന്ന് കുറുകി വരണം. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഗ്രേവി എല്ലാം മട്ടൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സായി വരാനാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.